കേരളത്തിലിപ്പോൾ സവർണ മേധാവിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശൂദ്ര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ശൂദ്ര രാഷ്ട്രീയത്തെയാണ് ഞാൻ ആദ്യം മുതലേ തന്നെ ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ളത്. കാരണം കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ ആണിക്കല്ലായിട്ട് മാറിയത് ഈ ശൂദ്ര രാഷ്ട്രീയമാണ്. അതിനെ ചിലർ ചിത്രീകരിച്ച നായർ വംശഹത്യാവാദമാണെന്നൊക്കെ പറയണ്ടായി. ഒരു നമുക്ക് തമാശയായിട്ട് പറയാമെങ്കിൽ പോലും ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുവരികയും അതിൻ്റെ വിമർശനവും വരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനത്തെ ഒരു ഇപ്പോൾ തന്നെ ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫാസിസ്റ്റ് വിരുദ്ധരാണ്? അല്ല, ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നു, അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ എതിർക്കണമെന്ന് തോന്നി, അവർ എതിർക്കുന്നുള്ളതേ ഉള്ളൂ. പലരും പറയുന്നുള്ളൂ അവർ പലരും BJPക്ക് വോട്ട് ചെയ്തിരുന്നവരാണ്. വിമോചനാത്മകമായ ഒരു അന്തരീക്ഷം, സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിർത്താൻ കഴിയുന്നത്ര തരത്തിലുള്ള വിശാലമായ മുന്നണികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകനും നിരൂപകനും അധ്യാപകനുമായ TT ശ്രീകുമാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. സർ നമസ്കാരം. നമ്മൾ പൊതുവേ പലപ്പോഴും ഈ കേരള മോഡൽ വികസനം ഒരു വലിയ രീതിയിൽ വിമർശന വിധേയമാക്കിയിട്ടുള്ള, വിമർശനാത്മകമായി അതിനെ സമീപിച്ചിട്ടുള്ള ആളാണ്. പലപ്പോഴും ശക്തമായ വിമർശനങ്ങൾ തന്നെ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം, ഇപ്പോൾ കേരളത്തിൽ അത് വലിയ രീതിയിൽ ആ ഒരു നിലപാടുകൾ ചർച്ചയാവുന്നു. പുതിയ സർക്കാർ വന്ന ശേഷമായിരിക്കണം കുറച്ചുകൂടെ ആ ചർച്ചയ്ക്ക് പ്രാതിനിധ്യം കൈവരുന്നുണ്ട്, കുറച്ചുകൂടെ പ്രസക്തി കൈവരുന്നുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. സാമ്പത്തിക രംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. കേരള മോഡൽ വികസനത്തിൽ അടിയന്തരമായി വേണ്ട അഴിച്ചുപണികൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേരള മാതൃക എന്ന് പറയുന്നതിനെ പലപ്പോഴും ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. ചരിത്രത്തിൽ എവിടെയോ സംഭവിച്ചു പോയ ഒന്ന്, അതിൻ്റെ ചില സവിശേഷതകൾ നമ്മൾ വേർതിരിച്ച് കാണിക്കുന്നു, അതിൻ്റെ ഘടനകൾ വിശദീകരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സാധാരണ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനെ കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് കാണണം. അതിന് തുടർച്ചയുണ്ട്. കാരണം അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളം രൂപം കൊള്ളുന്നതിന് ശേഷമുള്ള കാലഘട്ടം മാത്രമല്ല, അതിന് മുൻപുള്ള കാലഘട്ടത്തിലേക്കാണ് അതിൻ്റെ ചരിത്രം പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്നത്. കേരളത്തിൻ്റെ, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളം മാതൃക എന്ന് പറയുന്ന ആ സവിശേഷ സാമൂഹിക അവസ്ഥയെ നിർവചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നൊരു വ്യവഹാരം പോലും ആ രീതിയിൽ കണ്ടെത്തുന്നത്. നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്ന സാമൂഹിക പ്രക്രിയകളുടെ കൂടെ ഒരു തുടർച്ചയായിട്ടാണ് കേരള മാതൃക ഉണ്ടായതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ശരിയുമാണ്, ആ രീതിയിൽ അത് ശരിയാണ്. അതിൻ്റെ കണ്ടൻറ്റ് യഥാർത്ഥത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ കേരള മാതൃക എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മാതൃകയാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യ മാതൃക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം രാഷ്ട്രീയം ആണ്. സാമ്പത്തികവും സാമൂഹിക ക്ഷേമപരവും മാത്രമല്ല, സാമ്പത്തികവും സാമൂഹിക ക്ഷേമപരവുമായിട്ടാണ് പ്രധാനമായിട്ടും കേരള മാതൃകയെ നമ്മൾ നിർവചിക്കുന്നത്. പക്ഷേ അതിന് രാഷ്ട്രീയമായൊരു ഉള്ളടക്കമുണ്ട്. ഒരു ജനാധിപത്യ മനുഷ്യാവകാശ സമരങ്ങളുടെ ഒരു പാരമ്പര്യമാണ് അതിന് ഉള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ കേരള മാതൃക വികസ്വര സ്വഭാവമുള്ള ഒന്നായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കി ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ കേരള മാതൃകയെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിട്ട് അത് മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അതൊരു അടഞ്ഞ വ്യവസ്ഥയാണ്. ചരിത്രത്തിലെന്നോ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം മാത്രമായിട്ടാണത് മാറുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ബ്രെയിൻ ഡ്രെയിനിൻ്റെ പ്രശ്നം സൂചിപ്പിച്ചല്ലോ, ഞാനതിനെ യഥാർത്ഥത്തിൽ ബ്രെയിൻ ഡ്രെയിനായിട്ട് കാണുന്നില്ല. കാരണം എന്താണ് കേരള മാതൃക? കേരള മാതൃക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശവും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളത്, വിഭവങ്ങൾ കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളത്, ഇതിനൊക്കെ വേണ്ടിയുള്ള ഡിമാൻഡാണ് യഥാർത്ഥത്തിൽ കേരള മാതൃകയെ ട്രിഗർ ചെയ്ത ഒരു സംഭവം. അതിന് പല കാരണങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ എല്ലാ കാരണങ്ങളിലേക്കും ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളീയരായിട്ടുള്ള യുവാക്കൾ അത്തരം അവസരങ്ങൾ തേടിപ്പോകുന്ന ഒരു ചരിത്ര പശ്ചാത്തലം നമുക്കുണ്ട്. ഇപ്പോൾ മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് മുൻപും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മ്യാൻമാറും അതുപോലെ തന്നെ മലേഷ്യയും ഇന്തോനേഷ്യയും ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പ്രവാസം എന്ന് പറയുന്ന അർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചോളം ഒരു പുതിയ കാര്യമല്ല ആൾക്കാർ പോകുന്നത്. ഈ ഗൾഫ് മൈഗ്രേഷൻ അതിന് ശേഷം വന്നതാണ്. ഗൾഫ് മൈഗ്രേഷൻ വന്നതോടുകൂടി തന്നെ ഈ കേരള മാതൃകയ്ക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു വികാസ സാധ്യതയുണ്ടായി. അതായത് നമുക്ക് ഉപഭോഗം ചെയ്യാനായിട്ട് നമുക്ക് വിഭവങ്ങളുണ്ടായി ഗൾഫ് മൈഗ്രേഷൻ വഴി. അത് കേരള മാതൃകയെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പുറത്ത് പോയി ജോലി ചെയ്ത തലമുറയിൽപ്പെട്ടവരുടെ മക്കൾക്ക് മനസ്സിലായി പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നതിലുപരി പുറത്ത് പോയി പഠിച്ചാൽ ഗുണമുണ്ട് എന്ന് മനസ്സിലായി, ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി ഉള്ള ഒരു മൈഗ്രേഷനാണ്
നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രെയിൻ ഡ്രെയിൻ അല്ല. അത് ലോക ലേബർ മാർക്കറ്റിൽ, അധ്വാന കമ്പോളത്തിൽ കേരളത്തിന് ഒരു പ്രത്യേകമായൊരു സ്ഥാനമുണ്ട്. എഡ്യൂക്കേറ്റഡ് സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു റീജിയൻ എന്നുള്ള രീതിയിൽ കേരളം ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിൽ നിന്ന് കേരളം ഒരു പടി കൂടെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തന്നെ എഡ്യൂക്കേറ്റഡ് ആവാതെ വെളിയിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ആയി വെളിയിൽ തന്നെ ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ് അത് ലോജിക്കൽ കൾമിനേഷനാണ് അതിൻ്റെ. അതായത് കേരളം മാതൃകയിൽ ഉൾക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ ഉപഭോഗ രീതിയുടെ മാതൃകയുടെ ഒരു പുതിയ വികാസമാണ് നമ്മൾ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള രീതിയിലല്ല, മറിച്ച് അവസരങ്ങൾക്ക് വേണ്ടിയുള്ള മലയാളികളുടെ പുതിയ ഒരു തലം അവർ അതിനെ കണ്ടെത്തുകയാണ്, പുതിയൊരു മേച്ചിൽപ്പുറം കണ്ടെത്തുകയാണ്. അതായത് ഇവിടുന്ന് വിദ്യാഭ്യാസം നേടി പുറത്തു പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം വെളിയിൽ പഠിച്ചിട്ട് വെളിയിൽ ജോലി ചെയ്താൽ കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ടേൺ ആണിത്. അതിനെ ആ രീതിയിൽ, അതായത് അത് കേരള മാതൃകയുടെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റാണ്, അല്ലാതെ കേരള മാതൃകയ്ക്ക് പുറത്തല്ല അത്. അങ്ങ് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സംശയമുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വലിയ തോതിൽ നമ്മുടെ യുവാക്കൾ പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പുതിയ തലമുറയിൽ വലിയൊരു പങ്ക് അത്തരത്തിൽ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ആളുകളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒഴുക്ക് കേരളത്തിന് പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ മുൻ ഇടതുപക്ഷ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും ഒക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സാഹചര്യം എന്നുള്ളത് എത്ര കണ്ട് പ്രായോഗികമാണെന്നറിയില്ല, എങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഉള്ളവരും പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള പല ആളുകളും ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമഗ്രമായ അഴിച്ചുപണി ആവശ്യമുണ്ടോ? അല്ല, അത്തരത്തിലൊരു അഴിച്ചുപണി തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് ബ്രെയിൻ ഡ്രെയിനിൻ്റെ ഒരു ഡെമോക്രൈസ് വാൾ ഇങ്ങനെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതല്ലാതെ തന്നെ ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസപരമായി മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു സാമൂഹികമായ ഉത്തരവാദിത്വമാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ, ഏത് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും, അതായത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളത്. അതിന് അനുസൃതമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, അതിനനുസൃതമായിട്ടുള്ള ക്യാമ്പസുകൾ സൃഷ്ടിക്കുക, അതിനനുസൃതമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ പല ഘട്ടങ്ങൾ കടന്നാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത ഘട്ടം എന്താണ് എന്ന് വിഭാവനം ചെയ്യാനുള്ള ഇമാജിനേഷൻ ഉണ്ടായിരിക്കുക, ഭാവന ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഭാവന നമുക്കിതിനകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ അടുത്തതായി സംഭവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായൊരു ധാരണയില്ലായ്മ പൊതുവിലുണ്ട്. അത് മാറുകയും വളരെ കൃത്യമായ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയെ അഴിച്ചുപണിയാൻ സാധിക്കുകയും വേണം. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെളിയിൽ പോയി പഠിക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്, അതിന് പകരം ഇവിടെ മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ അവരിവിടെ നിൽക്കും എന്നുള്ള ഒരു അബദ്ധധാരണയുടെ പേരിൽ ആയിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, അത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഒരു എക്സ്പോഷർ കിട്ടണമെന്നൊരാൾ ആഗ്രഹിക്കുന്നതും മേന്മയുള്ള വിദ്യാഭ്യാസം ഇവിടെ ലഭിക്കണമെന്നൊരാൾ ആഗ്രഹിക്കുന്ന തമ്മിൽ രണ്ടും രണ്ടാണ്. എക്സ്പോഷർ ആഗ്രഹിക്കുന്ന ആൾ എന്താണേലും പുറത്തു പോകും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ധാരാളം മലയാളികൾ പഠിക്കുന്നുണ്ട്. അവർ പഞ്ചാബിലും പോണ്ടിച്ചേരിയിലും ഹൈദരാബാദിലും ഒക്കെ പോയി പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ എക്സ്പോഷറും കൂടി വേണമെന്നുള്ളത് കൊണ്ടാണ്. പഠനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അത്, പഠനവും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില അടിസ്ഥാന സ്കില്ലുകളും കൂടി സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ്. അങ്ങനെ ലക്ഷ്യബോധമുള്ള യുവാക്കൾ പുറത്തു പോയി പഠിക്കും. അതിവിടെ മേന്മയുള്ള വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ മാനദണ്ഡം. പലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ കാസാലിറ്റിയെ നമ്മൾ പലപ്പോഴും ചുരുക്കി കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് അത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് എന്നുള്ള രീതിയിൽ അത്ര രേഖീയമായിട്ടല്ല മനുഷ്യർ ചിന്തിക്കുന്നത്. മനുഷ്യർ കുറേ കൂടെ സങ്കീർണമായിട്ടാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. മനുഷ്യൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ട്രിഗർ ചെയ്യുന്ന മൾട്ടിപ്പിൾ ട്രിഗേഴ്സ് ഉണ്ട് ആ ആക്ഷനിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അതിലൊന്നാണ് ഈ പുറത്തുപോയി പഠിക്കുക എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്നിപ്പോൾ അതിനെപ്പറ്റി ഒരു പാരനോയുണ്ട്, ഒരു അനാവശ്യമായിട്ടൊരു ഭയമുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അത് പുറത്തുപോയി പഠിക്കേണ്ടവർ പുറത്തുപോയി പഠിക്കട്ടെ. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ കേരളത്തിനുള്ളിൽ പഠിക്കുന്നവർക്ക് തത്തുല്യമായ വിഭവങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും നൽകാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഭരണകൂടത്തിനുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോഴാണ് അങ്ങയുടെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ പലപ്പോഴും ഇൻ്റർനെറ്റിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ വൈറലാവാറുണ്ട്, വലിയ രീതിയിൽ ചർച്ചയാവാറുണ്ട്, നമ്മളടക്കമുള്ള ആളുകൾ അതിലേക്ക് പങ്കാളികളാവാറുണ്ട്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റും സമൂഹ മാധ്യമങ്ങളും ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടെന്ന് തന്നെ വേണം കരുതാൻ. ആ ഒരു സാഹചര്യത്തിൽ എത്തരത്തിലാണ് കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തെ
ഇത് കൂടുതൽ വൽക്കരിക്കുകയാണോ ചെയ്യുന്നത്, അതോ കൂടുതൽ ഒരു സൈബർ ഒരു വേർതിരിവ് മതിലുകൾ ആളുകൾക്കിടയിൽ കൂടുതൽ ശക്തമായി മറ്റൊരു തലത്തിൽ സൃഷ്ടിക്കാൻ അങ്ങനെയാണ് അതിലൂടെയാണോ അത് മുന്നോട്ട് പോകുന്നത്? അത് രണ്ട് രീതിയിൽ നമ്മളതിനെ കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു വളരെ ശുഭാപ്തി വിശ്വാസപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു, കൂടുതൽ പേര് ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഒരു ആളുകളുടെ എണ്ണം, ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരു വലിയ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. അവരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. നമുക്ക് വീട്ടിലിരുന്ന് പറയാം. അല്ലെങ്കിൽ ചായക്കട, ഇപ്പോൾ മുമ്പ് നമ്മുടെ നാട്ടിൽ ചായക്കടയിൽ ഒരു ബോർഡ് ഉണ്ടാകുമായിരുന്നു. അത് പഴയ ആൾക്കാർക്കറിയാം. ഇവിടെ രാഷ്ട്രീയം പറയരുതെന്നാണ് ബോർഡ് വെച്ചേക്കുക. ചായക്കടകളിൽ ബോർഡ്, കാരണം ബാർബർ ഷോപ്പിൽ വെക്കും ഇവിടെ രാഷ്ട്രീയം പറയരുതെന്ന്. കാരണം അവിടെയൊക്കെ ഇരുന്നാണ് മനുഷ്യൻ രാഷ്ട്രീയം പറയുന്നതും ചിലപ്പോൾ അടിയിലേക്ക് നീങ്ങുന്നതുമൊക്കെ. അത് ഒഴിവാക്കാൻ വേണ്ടി ഗ്ലാസ് പൊട്ടുന്നത് ഉടമസ്ഥൻ്റെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരിത് എഴുതി വെക്കും, അവിടെ ഒരു രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് എഴുതി വെക്കും. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, അത് കുറേ കാലം അതുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഇല്ല. കാരണം രാഷ്ട്രീയം പറയാൻ ആരും ചായക്കടയിലേക്ക് പോകുന്നില്ല. കാരണം രാവിലെ രാഷ്ട്രീയം പറയാൻ നമ്മൾ ഫേസ്ബുക്ക് തുറക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വ്യത്യാസം തന്നെയാണ്. ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വളരെ ശുഭാപ്തി പരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആൾക്കാർക്ക് അവരുടെ ആശയങ്ങൾ സംപ്രേഷണം ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് സംവദിക്കാനുമുള്ള ഒരു പുതിയ വേദി ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്വാണ്ടിറ്റേറ്റീവ് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയെ നശിപ്പിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഹേബർമാസ് പറഞ്ഞതാണ്. ഹേബർമാസ് പൊതുമണ്ഡലം യൂറോപ്പിലുണ്ടായ സാഹചര്യം വിശദീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഇതിങ്ങനെ ഈ കോഫി ഷോപ്പുകളിൽ, അദ്ദേഹം കോഫി ഷോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ ചായക്കട അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പോൾ യൂറോപ്പിലെ കോഫി ഷോപ്പുകളിൽ ആളുകൾ പോയി ചർച്ച ചെയ്യുകയും വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു പൊതുമണ്ഡലം ഉണ്ടാവുകയും അങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഉണ്ടാകും. അതിനു മുമ്പ് പൊതുജനങ്ങൾക്ക് അഭിപ്രായമില്ല. ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായമില്ല. പൊതുജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകുന്നത് ക്യാപിറ്റലിസം വരികയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വരികയും മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചിന്ത വരികയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. പൊതുജനത്തിൻ്റെ അഭിപ്രായം പറയാം, കാരണം പൊതുജനം വോട്ട് ചെയ്താണ് ആൾക്കാരെ ജയിപ്പിക്കുന്നത്. ആ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ അത് അപ്പം തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ ഈ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഇതിൻ്റെ വർധനവ് ഇതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ ബാധിക്കും. അങ്ങനെ ഇത് തകരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പൊതുമണ്ഡലം അതിൻ്റെ കൊഹ്സീവ്നെസ് ഇല്ലാതെ, അത് ആരെന്ത് പറയുന്നു എന്നുള്ളതിനൊരു നിയന്ത്രണമില്ലാതെ ഒരു കാക്കഫണിയിലേക്ക് പോയിട്ട് ആൾക്കാർ അവർക്കൊക്കെ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക, ആരും ആരെയും കേൾക്കുന്നില്ല, എല്ലാവരും ഒച്ച വയ്ക്കുന്നു, ആ തരത്തിലുള്ള ഒന്നായിട്ട് അത് കൊളാപ്സ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാരും നമ്മൾ ഇവിടുത്തെ ചർച്ചകളിൽ സാറിന് കണക്കിലെടുക്കാറില്ല. പൊതുമണ്ഡലം യൂറോപ്പിൽ ഉയർന്നു വന്നു, അതിന് വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. ആ പങ്ക് വഹിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ തകർച്ചയും ആരംഭിച്ചു. അങ്ങനെ പൊതുമണ്ഡലം യഥാർത്ഥത്തിൽ തകർന്നു. ഇത്തരം ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഹേബർമാസ് പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. ഇൻ്റർനെറ്റ് തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള ഒരു വേദി എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പറഞ്ഞ കാക്കഫണി, ഈ പറഞ്ഞ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന അതൊരു തരം ഡയലക്റ്റിക്സാണ് ഇതിൻ്റെ. ഈ പൊതുമണ്ഡലം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡയലക്റ്റിക്സ് ഇൻ്റർനെറ്റിൻ്റെ മണ്ഡലത്തിലും ബാധകമാണ്. ആ കോൺഫ്ലിക്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന് യാതൊരു നിയന്ത്രണവുമില്ല. എല്ലാവരും എന്തൊക്കെയോ പറയുന്നു, ആരും ആരെയും ശരിക്കും കേൾക്കുന്നില്ല, സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത് അർത്ഥപൂർണമായൊരു സംഭാഷണമായിട്ടോ സമന്വയങ്ങളിലേക്കോ സമവായങ്ങളിലേക്കോ പോകാതെ ആൾക്കാർ സംഘർഷത്തിലൂടെ പിരിയുന്ന ഒരവസ്ഥ ഇൻ്റർനെറ്റിനുണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പൊതുമണ്ഡലം ഇല്ലാതായില്ല. പൊതുമണ്ഡലം നിലനിൽക്കുന്നുണ്ട്, പൊതുജനാഭിപ്രായത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇൻ്റർനെറ്റിൻ്റെ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ഏറ്റവും സംവാദാത്മകമായും ജനാധിപത്യപരമായും ഉപയോഗിക്കുന്ന ഒരു ശൈലി വികസിപ്പിക്കുക, ആ ശൈലിയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ഇൻ്റർനെറ്റിനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല, നമ്മൾ നന്നാവുക, അങ്ങനെ അത്രയും ഭാഗം ഇൻ്റർനെറ്റ് നന്നായി എന്ന് വിശ്വസിക്കുക എന്നുള്ളത് മാത്രം നമ്മളാൽ പറ്റുന്ന രീതിയിൽ നന്നാക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്ത് റിഫോംസ് ഒന്നും കൊണ്ടുവരാനായിട്ട് എന്തായാലും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഇടപെടലിൽ മാതൃകാപരമായിരിക്കുക, അങ്ങനെ മാതൃകാപരമായ ഇടപെടലുകളിലേക്ക് മറ്റുള്ളവരെ ജനാധിപത്യപരമായി നിർബന്ധിക്കുക,
അത് മാത്രമാണ് നമുക്കിതിനകത്ത് അങ്ങനെ പറയുമ്പോഴാണ് മറ്റൊരു കാര്യം, അതായത് സൈബർ ട്രോളിങ്ങും സൈബർ ബുള്ളിങ്ങും സംഘടിത ആക്രമണങ്ങളൊക്കെ വളരെ സ്വാഭാവികമായിട്ട് ഇൻ്റർനെറ്റിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പല രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ സ്വാധീനം, ഈ പറയുന്ന ഉപഭോക്താക്കൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെല്ലാം കിണഞ്ഞ് പരിസരിക്കുന്നൊരു സമയമാണ്. ഈ സമയത്ത് ഒരു പൊതു ബുദ്ധിജീവി എന്ന നിലയിൽ, പബ്ലിക് ഇൻ്റലക്റ്റ് എന്ന നിലയിൽ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് കർത്തവ്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ഈ സ്വാം എന്ന് പറയത്തില്ല, നമ്മൾ ഈ കൂട്ടമായിട്ട് ചിന്തിക്കുക എന്നുള്ള പറയുന്നത്. സ്വാമിലും ആരും ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുന്നില്ല. സ്വാമിൻ്റെ ഒരു പ്രത്യേകത തന്നെ, സ്വാമിന് അതിൻ്റെ ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കളക്റ്റീവ് ഇൻ്റലിജൻസാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെയുള്ള ഈ മൊബ് ലിഞ്ചിങ്ങിലേക്ക് നീങ്ങുന്നത്. ഇൻ്റർനെറ്റ് അത്തരത്തിലുള്ള സ്വാംസിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻ്റർനെറ്റിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രവേശിച്ച് കഴിയുന്നതോടുകൂടി തന്നെ വ്യക്തി അല്ലാതാവുന്നു. ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആ ആൾക്കൂട്ടത്തിൻ്റെ ഇതിലേക്ക് ലയിച്ചു പോവുകയാണ്. അല്ലാതെ വ്യക്തിത്വമല്ല അവിടെ ഉണ്ടാകുന്നത്, ഇൻഡിവിജ്വൽ അല്ല. നമ്മൾ അതിനകത്ത് ചേരുന്ന ഒരു സ്വാമാണ്. അതൊരു കളക്ടിവിറ്റി പോലുമല്ല. ഒരു കളക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, കളക്ടിവിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഒരു കളക്ടിവിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ആ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ കളക്റ്റീവ് ഉണ്ടാക്കുന്നത്. സ്വാമിനെ സംബന്ധിച്ചോളം ഈ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന സാധനം അതിനകത്തില്ല. സ്വാം തിങ്കിങ് ആണ്, അത് ഒന്നിച്ചങ്ങ് ചിന്തിക്കുകയാണ്. അതിൻ്റെ ഒരു കളക്റ്റീവ് അങ്ങനെയാണ്. അത്തരത്തിലുള്ള സ്വാമുകളുടെ ഒരു കോൺസ്റ്റലേഷനായിട്ട് ഇൻ്റർനെറ്റ് മാറുന്നതാണ് ഈ ട്രോളിങ് പോലെയുള്ളത് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എന്തെങ്കിലും ഗുണപരമായൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല, മറിച്ച് ഏത് തരത്തിൽ ആക്രമണങ്ങൾ നടത്താം, ഏത് തരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിൽ അപമാനിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കർബ് ചെയ്യേണ്ടത്. പക്ഷേ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ട്രോളിംഗ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത്തരത്തിലുള്ളൊരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ കേരളത്തിലെ പരമ്പരാഗത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പിന്നോക്ക വിഭാഗക്കാരുടെ, പ്രത്യേകിച്ച് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ സ്വാംശീകരിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ ദളിത്, ആദിവാസി അടക്കമുള്ള വിഭാഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതിലും അവരുടെ അവകാശവാദങ്ങൾ അംഗീകരിക്കുന്നതിലും പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് അങ്ങ് വിമർശനം ഉന്നയിച്ച് കണ്ടിട്ടുണ്ട്. എത്രത്തോളമാണ് അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, സൈദ്ധാന്തികമായിട്ടും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടും അവരുടെ സമീപനത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു. അത് കാലക്രമേണ അത് മാറി വന്നു. കാരണം കാലക്രമേണ മാറി വന്നതെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ ദളിത് സമൂഹങ്ങളും ആദിവാസി സമൂഹങ്ങളും ശക്തമായിട്ട് അവരുടെ ഐഡൻറ്റിറ്റി അസർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ കേരള മാതൃക നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് നമ്മൾ അവരെ അരികുവൽക്കരിക്കപ്പെട്ടു പോയ ചരിത്ര സാഹചര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവർ തന്നെ നടത്താൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സംവാദമായിട്ട് വികസിച്ചു. അപ്പോൾ അതിന് മുൻപത്തെ സംവാദങ്ങൾക്കുണ്ടായിരുന്ന പരിമിതികൾ, പ്രത്യേകിച്ച് ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നില്ല എന്നുള്ള പ്രശ്നം ഏതാണ്ട് 80കളിലും 90കളിലും കേരളത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. ദളിത് നേതൃത്വം, ആദിവാസി നേതൃത്വം ഒക്കെ ഉയർന്നു വരുന്നു. അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ശക്തമായിട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങുന്നു. അതിനുവേണ്ടിയുള്ള സമരങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യകാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് സങ്കുചിതമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അത്തരത്തിൽ കടുത്ത സങ്കുചിതമായിട്ടുള്ള റെസിസ്റ്റൻസ് അവർ ചെയ്യുന്നില്ല. മറിച്ച് ഇതുമായിട്ട് എൻഗേജ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എൻഗേജ് ചെയ്യാനുള്ള ശ്രമത്തിൽ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവർ ശരിയായ രീതിയിലല്ല ചെയ്തതെന്നുള്ള വിമർശനം അപ്പോഴും ഇപ്പോഴും നമുക്കുണ്ടാവും. പക്ഷേ ആ ഒരു ഘട്ടം കഴിഞ്ഞു. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയം കൂടി ചേർന്നതാണ് എന്നുള്ള ഒരു ബോധ്യം ഒരു വലിയ വിഭാഗം ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലും നേതൃത്വത്തിനിടയിലും ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ എഴുത്തുകളിലൊക്കെ അത് വളരെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് എത്രമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ തന്നെയും ദളിത് പ്രശ്നവും ആദിവാസി പ്രശ്നവും അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവരുടെ പ്രശ്നവും വിശാലമായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള പുതുബോധ്യം അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ രചനകളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അംബേദ്കറേറ്റുകളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അംബേദ്കറിസവുമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ബന്ധം വ്യാപകമായ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴയ ഒരു സംഘടിത രീതിയിലുള്ള ഒരു സമീപനമല്ല ഇടതുപക്ഷം അക്കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു മന്ത്രിസഭ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നയപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എതിർപ്പുകൾ ഉണ്ടാവാം.
അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കോടും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം, എതിർപ്പുകളുണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ ഈ ഒരു ബ്രോഡ് ട്രെൻഡാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവർ 100% പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഇതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ബ്രോഡ് ട്രെൻഡ് ഇടതുപക്ഷം തന്നെ റിയലൈസ് ചെയ്യുന്നു എന്താണ് ഇടതുപക്ഷം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇത്ര കാലം കൊടുത്ത നിർവചനത്തിലുപരിയായ നിർവചനം ആവശ്യമുണ്ട് എന്നുള്ളത് ഇടതുപക്ഷത്തിന് ബോധ്യപ്പെടുന്നൊരു സമയം. അതുണ്ടായത് എങ്ങനെയാണ്? അതുണ്ടായത് ഈ ആദിവാസി ദളിത് മൂവ്മെൻറ്റുകൾ നിരന്തരം ഈ സംവാദങ്ങൾ രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഒരു പുതിയ വ്യവഹാരം, ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഗുണകരമായി തീരാൻ ഉള്ള സാധ്യതയുള്ള ഒന്ന് എന്ന് പറയുന്നത് ഈ വിശാല ഇടതുപക്ഷം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയുണ്ടോ, പ്രായോഗികമായിട്ട് നടക്കുമോ എന്നുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു വിശാലമായ ബോധ്യമുണ്ട്. ഇപ്പോൾ അംബേദ്കറിസം എന്ന് പറയുന്നത് മാർക്സിസവുമായിട്ട് ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ മാർക്സിസം അംബേദ്കറിസം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ധാരണകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മതങ്ങളുമായിട്ടുള്ള ബന്ധം, വളരെ യുക്തിവാദപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ മാത്രം മതങ്ങളെ കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മത ചിന്തയും വർഗീയതയാണ് എന്നുള്ള തരത്തിലുള്ളൊരു വരട്ട് ചിന്തയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ പൊതുവിൽ മാർക്സത്തെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയും സെക്ടേറിയനായിട്ട് കാണാൻ നമ്മെ നിർബന്ധിതരാക്കിയിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും വിമുക്തരാവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശാലമായ ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. മുമ്പുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ ചിലതൊക്കെ അവശേഷിക്കുന്നുണ്ട്. പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പരിപ്രേക്ഷ്യം, ഈ ഒരു വിചാര മാതൃക, അതായത് ഉൾക്കൊള്ളലിൻ്റേതായ ഒരു വിചാര മാതൃക, ആ മാതൃകയിലേക്ക് നീങ്ങാനുള്ള സന്നദ്ധത ഇടതുപക്ഷത്തിലെ ഒരു വലിയ വിഭാഗം കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും അതുമായിട്ടാണ് കൂട്ടിച്ചേരേണ്ടതെന്നുമാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രംഗത്തും മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും ഈ പക്ഷം ചേരലുകളോ അപരവിദ്വേഷം ജനിപ്പിക്കാൻ മാത്രം കാരണമാവുന്ന ഉപാധികൾ മാത്രമായിട്ട് അധപ്പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വതന്ത്രമായിട്ടുള്ള സാംസ്കാരിക വിമർശനത്തിൻ്റെ ഒരു സാധ്യത കേരളത്തിൽ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഒന്ന്, ഈ സ്വതന്ത്രം എന്ന് നമ്മൾ പറയുന്നതിന് രണ്ട് രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, സ്വതന്ത്രം എന്ന് ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച രീതി എന്താണെന്ന് നമുക്കറിയാം. അതായത് സ്വാതന്ത്ര്യത്തോടു കൂടി ആരെയും വിമർശിക്കാനുള്ള അവസരം ഉണ്ടാകുക, അത്തരത്തിലൊരു സാമൂഹിക അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പം കുറച്ച് അപകടം പിടിച്ചൊരു സങ്കല്പമാണ്. എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്ന രീതി, ഒരു സ്വതന്ത്ര സമൂഹം എന്ന് പറയുന്നതിൽ നമ്മൾ സ്വതന്ത്രരാണെന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല. പലതരത്തിലുള്ള മൂലധനത്തിൻ്റേതായിട്ടുള്ള കെട്ടുപാടുകൾ, പാട്രിയാർക്കിയുടേതായിട്ടുള്ള കെട്ടുപാടുകൾ, സവർണ വ്യവസ്ഥയുടേതായിട്ടുള്ള കെട്ടുപാടുകൾ, ഇതിനകത്തു നിന്നൊന്നും മുക്തരാവാതെയാണ് നമ്മൾ അമൂർത്തമായൊരു സ്വതന്ത്ര സാംസ്കാരിക വിമർശനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഞാൻ മാറ്റിവെക്കുകയാണ്. ആദ്യത്തേത് ശരിയാണ്, നമുക്കിപ്പോൾ സംസാരിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നൊരു സന്ദർഭത്തിൽ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും സ്വതന്ത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആ അഭിപ്രായങ്ങൾ സ്വതന്ത്രമല്ല. അതിന് സവർണ ചരടുകൾ ഉണ്ടാവും, അതിന് പാട്രിയാർക്കിയുടെ കെട്ടുപാടുകൾ ഉണ്ടാകും, അതിന് മൂലധനത്തിൻ്റെ കെട്ടുപാടുകൾ ഉണ്ടാകും. ആ കെട്ടുപാടുകൾ ഇല്ല എന്ന് നിഷ്കളങ്കമായി ആരെങ്കിലും വിചാരിക്കുകയോ അല്ലെങ്കിൽ നിഷ്കപടമായി അങ്ങനെ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് ഉള്ള ഭീഷണിയെന്ന് പറയുന്നത്. അവരും സ്വതന്ത്രരല്ല, അങ്ങനെ പറയുന്നവരും സ്വതന്ത്രരല്ല. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നവർക്ക് മാത്രം അസ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പറയുന്നവർക്ക് മാത്രം അസ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലല്ല ഞാനതിനെ കാണുന്നത്. സ്വാതന്ത്ര്യത്തിന് രണ്ട് തലങ്ങളുണ്ട്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളവർക്ക് ചിലർ കെട്ടുപാടുകളുള്ളവരും മറ്റുള്ളവർ കെട്ടുപാടുകളില്ലാത്തവരുമാണ് എന്നുള്ള തരത്തിൽ ഇതിനെ വിഭജിക്കുന്നതിന് അർത്ഥമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കെട്ടുപാടുകളുണ്ട്. ആ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു മ്യൂച്വാലിറ്റി, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ സ്വതന്ത്രനാണ് എന്ന് പറയുമ്പോൾ എടുക്കുന്ന ചിലപ്പോൾ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ടാവും, ദളിത് വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ട്. അത് സ്വാതന്ത്ര്യം മാത്രമല്ല, അത് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ അഭിപ്രായം സ്വതന്ത്രമല്ല. ആ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ ആ അഭിപ്രായം സ്വതന്ത്രമല്ല. അത് ഇത്തരം കെട്ടുപാടുകളുമായിട്ട് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നതാണ്. അതിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രത്യയശാസ്ത്ര വിമുക്തമായ ഒരു സ്വതന്ത്ര അഭിപ്രായമില്ല. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര അഭിപ്രായം എന്ന് പറയുന്ന കാറ്റഗറിയെയും നമ്മൾ ഒന്നായിട്ട് കാണരുത്. ആദ്യത്തേത് ഒരു പൊളിറ്റിക്കൽ നെസസിറ്റിയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ നെസസിറ്റിയാണ്. രണ്ടാമത്തേത്
ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ്. ഈ സ്വതന്ത്രാഭിപ്രായം എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കലല്ല, അത് പൊളിറ്റിക്കലാണ്. അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ഈ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ചിലർ നമ്മൾ വളരെ വിമർശനാത്മകമായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തെ വിമർശിക്കുക അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വതന്ത്ര വിമർശകൻ എന്ന് പറയും. ഇപ്പോൾ ഇടതുപക്ഷമായി പോയതുകൊണ്ട് ഒരാൾ സ്വതന്ത്ര വിമർശകൻ അല്ലാതാവുന്നില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷം അല്ലാത്തത് കൊണ്ട് ഒരാൾ സ്വതന്ത്ര വിമർശകനാകുന്നില്ല. ആ തരത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പമല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഒന്ന്, പൊളിറ്റിക്കലി അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ അംഗീകരിക്കുക. രണ്ട്, ഈ പറയുന്ന അഭിപ്രായത്തിന് അഭിപ്രായ സ്വതന്ത്രമല്ല, അത് രാഷ്ട്രീയമാണ് എന്നുള്ളത് അംഗീകരിക്കുക. ആ ഒരു വ്യത്യാസം നമ്മൾ പലപ്പോഴും കാണാറില്ല. ഇത് കാറ്റഗറി മനസ്സിലാക്കുന്നതിലുള്ള ഒരു പരിമിതിയാണത്. ഇത് രണ്ടും പ്രധാനമാണ്. ഒന്ന്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. രണ്ട്, പറയുന്ന അഭിപ്രായത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, ആരും സ്വതന്ത്രരല്ല എന്ന് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പറയുമ്പോഴാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് കേരളത്തിൽ പലപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ചർച്ചയാവുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടമെന്നാണ് നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും സത്യം ചെരുപ്പിടുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റി വന്നിരിക്കുമെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അത്തരത്തിൽ നറേറ്റീവുകൾ സ്പ്രെഡ് ചെയ്യപ്പെടുന്നൊരു കാലമാണ്. മാധ്യമങ്ങൾ പോലും പലപ്പോഴും ഇത്തരത്തിൽ കുക്ക്ഡ് ആയിട്ടുള്ള നറേറ്റീവ്സ് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമ വിമർശകൻ എന്ന നിലയിൽ ഇത്തരത്തിലൊരു പ്രവണതയ്ക്ക് എങ്ങനെയാണ് ഒരു റെമഡി എന്ന നിലയിൽ അങ്ങ് കാണുന്നത്? മാധ്യമങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. കാരണം മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് തന്നെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടും വാർത്തകളുടെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള മറ്റു വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടുമാണ്. അതൊരു ശൃംഖലയാണ്. അത് സൃഷ്ടിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാനം, ഇപ്പോൾ നമ്മൾ TRP എന്നൊന്നും പറയണ്ട, അല്ലാതെ തന്നെ ഈ ഉപഭോക്താവായിട്ടുള്ള വ്യക്തിയെ ആകർഷിക്കുക എന്ന് പറയുന്നത് മാധ്യമത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും അതൊരു സെൻസിറ്റീവായിട്ടുള്ള തലങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത ലോകത്തിൽ മാധ്യമത്തിന് എല്ലാ കാലത്തും ഉണ്ട്. മാധ്യമങ്ങൾ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അത് ഇപ്പോൾ ഞാൻ ഒരു തമാശയുണ്ട്. പണ്ട് ഈ വാട്സൺ എന്ന് പറഞ്ഞിട്ട് ഷെർലക് ഹോംസിൻ്റെ ഡോക്ടർ വാട്സൺ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. ഈ ഷെർലക് ഹോംസ് ജോക്സ് എന്ന് പറഞ്ഞിട്ട് ഷെർലക് ഹോംസ് കഥകളുമായിട്ട് ബന്ധമില്ലാതെ ഉള്ള ഒരു കാര്യമാണത്. അതിൽ ഈ വാട്സൺ ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണ്, ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പത്രക്കാരൻ പയ്യൻ വന്നിട്ട് 24 people swindled എന്നിങ്ങനെ 24 പേരെ കബളിപ്പിക്കപ്പെട്ടു, 24 പേര് കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ വാട്സൺ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പത്രക്കാരൻ പയ്യൻ വന്നിട്ട് പത്രം ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ, 24 people swindled എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ വിൽക്കുകയാണ്. അപ്പോൾ വാട്സൺ ഈ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് വാട്സൺ ഈ പത്രം വാങ്ങിക്കുന്നു. വാട്സൺ ഈ പത്രം വാങ്ങിച്ചത് പാടെ ഈ പൈസയും കൊടുത്തപ്പോൾ ഈ പയ്യൻ വിളിച്ചു പറയുകയാണ് 25 people swindled 25 പേര് കബളിപ്പിക്കപ്പെട്ടു. അതെ, അപ്പോൾ ഇതിനകത്തുള്ള വാർത്തയല്ല ഇവൻ ഈ പറയുന്നത്. ഇവൻ ഈ 24 പേര് കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ വാർത്ത വായിക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വാട്സപ്പ് ഇത് വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അപ്പോൾ അവൻ 25 people ഇങ്ങനെ ഈ 24 people swindled എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോയി പത്രം വാങ്ങിക്കുന്ന ആ നമ്മുടെ മാനസികാവസ്ഥയാണ് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാലേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളൊരു ഉപഭോഗാവസ്ഥയാണ്, മാനസികാവസ്ഥയാണ് അവർക്ക് ആവശ്യം. അതാണ് അവർ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും മാധ്യമങ്ങളുടെ സർവൈവലിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അപകടങ്ങൾ അവർ തിരിച്ചറിയുന്നില്ല. അതിന് വലിയ വ്യാപകമായ അപകടങ്ങളുണ്ട്. കാരണം പലപ്പോഴും ഇതിൻ്റെ യാതൊരു ഫാക്ട് ചെക്കിങ്ങും നടത്താതെ അവർ നടത്തുന്ന ആക്രമണങ്ങളുണ്ട്. അത് പലരുടെയും ജീവിതങ്ങൾ തന്നെ തകർക്കാറുണ്ട്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്നത് ഈ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ചാനലുകളിൽ വാർത്ത വരുന്ന രീതി, ഇപ്പോൾ യൂട്യൂബ് ചാനലുകളിൽ വാർത്ത വരുന്ന രീതി, അതിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള യാതൊരു ഫാക്ട് ചെക്കിങ്ങും ഇല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ ശ്രീമതി ടീച്ചറുടെ വാർത്ത വന്നിരുന്നത് എന്ത് ഭീകരമായ ഒരു സംഭവമായിരുന്നു അത്. ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ട് ചെക്കിങ്ങും ഇല്ലാതെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകയെ, ആരുമാകട്ടെ ഒരു പൊതുപ്രവർത്തകയെ ഇങ്ങനെ അവമാനിക്കാം എന്നുള്ളത് ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു പാളിച്ചയാണല്ലോ. അതിന് നടപടികൾ എടുക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രൊളിഫറേഷൻ സംഭവിച്ചിരിക്കുന്നത്. എവിടെ ആരൊക്കെ എന്തൊക്കെ പറയുന്നുള്ളത് ഇങ്ങനെ ഏതെങ്കിലും വലിയ പ്രധാനപ്പെട്ട വ്യക്തിയിലേക്ക് ഫോക്കസ് വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതല്ലാതെ സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചോളം കുറച്ചുകൂടി ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന തരത്തിലുള്ള ചില നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. അത് സെൻസർഷിപ്പല്ല, സെൻസർഷിപ്പ് വേറെയാണ്. പക്ഷേ എന്താണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ജനാധിപത്യപരമായി നിശ്ചയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ പ്രൊളിഫറേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് വാർത്ത എന്ന് പറയുന്നത് എന്താണ്, ആ വാർത്തയോടുള്ള ഈ ചാനലിൻ്റെ ഉത്തരവാദിത്വം എന്താണ്,
അവരെങ്ങനെയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണ്, സംവാദങ്ങൾ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ഇടപെടലുകൾ ആവശ്യമാണെങ്കിൽ, ലീഗലായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. പ്രസ് അക്കാഡമിക്ക് ബാധ്യതയുണ്ട്. പ്രസ് അവരുടെ ആ പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉള്ള ഔദ്യോഗിക സംഘടനയ്ക്ക് അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അത് തീർച്ചയായിട്ടും അവർ നിർവഹിക്കേണ്ടതാണ്. മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ കേരളം പൊതുവേ ഇടത് വലത് മുന്നണികളെ മാറി മാറി പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ളൊരു സംസ്ഥാനമാണ്. അടുത്ത കാലത്തായി കേരളത്തിൽ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ബോധം രൂപീകരിക്കപ്പെടുന്നുണ്ടോ? അടുത്തൊരു 10-15 കൊല്ലങ്ങൾക്ക് ശേഷം അങ്ങെങ്ങനെയാണ് കേരളത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ചില പ്രവണതകൾ, ഇപ്പോൾ കേരള മാതൃകയുടെ തന്നെ പുതിയ വികാസം എന്ന് നമ്മൾ സൂചിപ്പിച്ച പുറത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്, ജോലിക്ക് പോകുന്നത്, ആഗോള മൂലധന ക്രമത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലേബർ എക്സ്പോർട്ട് എക്കോണമി ആയിട്ടാണ് പ്രധാനമായിട്ടും. ആ ലേബർ എക്സ്പോർട്ട് എക്കോണമി എന്നുള്ള നമ്മുടെ സ്ഥാനം കൂടുതൽ ദൃഢീകരിക്കാൻ പോവുകയാണ്. മറ്റൊരു ഐഡൻറ്റിറ്റിയിലേക്ക് കേരളം പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ കുറേ IT കമ്പനികളൊക്കെ കേരളത്തിൽ വരുമായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതും ഔട്ട്വേർഡ് ലുക്കിംഗ് ആയിരിക്കും. കുറേ പേര് പുറത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യമായിട്ടായിരിക്കും ഈ എക്സ്പീരിയൻസിനെ പോലും കാണുന്നത്. ആ അർത്ഥത്തിൽ റീഇൻഫോഴ്സ് ചെയ്യപ്പെടാൻ പോകുന്നത് കേരളം ഒരു ലേബർ എക്സ്പോർട്ട് എക്കോണമി ആണെന്നുള്ള കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് കൂടുതലായിട്ട് റീഇൻഫോഴ്സ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും ഈ സ്പൈസസ് എക്സ്പോർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇക്കോണമി കേരളത്തിനുണ്ട്. അത് കുറച്ച് കാലവും കൂടി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് ആവശ്യമായിട്ടുള്ള കാർഷിക മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ ആ മേഖല തകരാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ സ്പൈസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈ റേഞ്ചിലും അവിടെയൊക്കെയുള്ള കാർഷിക ഈ നോൺ എഡിബിൾ ക്രോപ്സും എഡിബിൾ ക്രോപ്സും എല്ലാം ആയിട്ടുള്ള അത് തകരാൻ സാധ്യതയുണ്ട്. അത് കാരണം അത് ലോക വിപണിയുടെ വേഗറീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വൾണറബിലിറ്റി ഇത് രണ്ടുമാണ്. ഒന്ന്, വിദേശ മാർക്കറ്റുകളെ ആശ്രയിച്ചാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഇരിക്കുന്നത്. അത് പ്രത്യേകമായിട്ടുള്ള ഈ സ്പൈസസാണ് നമ്മൾ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്. അതൊരു ഡ്യൂറബിൾ കമോഡിറ്റി അല്ല. കുറച്ചൊക്കെ ഡ്യൂറബിൾ പെപ്പറൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അത് പക്ഷേ വേറൊരു തരത്തിലുള്ള ഒരു കമോഡിറ്റിയാണ്. അതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള വേഗറീസ് ഉള്ളതാണ്, അൺസർട്ടൺ ആണ്, ഇൻഡിറ്റർമിനേറ്റ് ആണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കൂടും കുറയും. നമുക്കറിയാമല്ലോ, റബ്ബറിൻ്റെ വില കൂടി കുറഞ്ഞു, പെപ്പറിൻ്റെ വില കൂടി കുറഞ്ഞു. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇതിൻ്റെ വില കൂടി കുറഞ്ഞു നമ്മൾ വളരെ നിസ്സാരമായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറയുമ്പോൾ അത് ബാധിക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. നിങ്ങൾക്കാർക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് ഡെക്കേഡ്സിന് മുമ്പ് നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് പെപ്പർ കൃഷി കുരുമുളക് കൃഷിക്ക് നാശമുണ്ടായി. 3 വർഷം അടുപ്പിച്ച് അതിന് നാശമുണ്ടായി. ഒരു പ്രാവശ്യം വിളവ് മോശമായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം കാറ്റ് വീഴ്ച അങ്ങനെ എന്തോ പോലെയുള്ള ഒരു അസുഖം വന്നു, മൂന്നാമത്തെ പ്രാവശ്യം വിപണിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി. ഒരു വലിയ വിഭാഗം ആൾക്കാർ, വളരെ വെൽ ടു ഡു ആയിരുന്ന ഫാമിലീസ്, ഇത് സീരിയലൈസ് ചെയ്ത് പത്രങ്ങളിലൊക്കെ വന്നതാണ് ഞാൻ ഈ കോട്ട് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ഭാവനയിൽ നിന്ന് പറയുന്നതല്ല. മാനന്തവാടിയല്ല, ഇടുക്കിയിലൊക്കെ തന്നെ ശാന്തൻപാറ പോലെയുള്ള പ്രദേശങ്ങളിൽ മഹീന്ദ്ര ജീപ്പും അതുപോലെ 2 നില കെട്ടിടം വീടും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ കല്ല് പൊട്ടിക്കാൻ പോകേണ്ട സ്ഥിതി വന്നു. അവരുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. 3 വർഷം അടുപ്പിച്ച് ഈ പെപ്പർ കൃഷി നശിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ഈ ലോക വിപണിയുമായിട്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ലോക വിപണിയിലുണ്ടാകുന്ന തകർച്ച നമ്മളെ എത്ര പെട്ടെന്ന് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വൾണറബിലിറ്റി മനസ്സിലാക്കിയിട്ടുള്ള ഇടപെടൽ കാർഷിക മേഖലയിൽ ആവശ്യമാണ്. 1. 2, ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം. നമ്മളിങ്ങനെ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നതും പുറത്ത് പോകുന്നതും എന്തുകൊണ്ടാണ്? നമുക്ക് ജോലി സാധ്യത പുറത്താണ് എന്നുള്ളതുകൊണ്ടാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ പുതിയ വികാസ മാതൃക എന്ന് പറയുന്നത് 15 വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ള ഇത്തരം മേഖലകളിൽ ഗവൺമെൻറ് എന്ത് പ്രവർത്തനമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഈ കൃത്യമായി ഒരു നിയതമായ പ്രത്യയശാസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത, അതേസമയം പരിസ്ഥിതി, ലിംഗസമത്വം, വ്യക്തി സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിലൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ച് തെരുവിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ രംഗത്തെത്തുന്നവരാണ് ഇപ്പോഴത്തെ ജെൻസി പുതിയ തലമുറ. എങ്ങനെയാണ് ഇവരുടെ ഒരു പ്രതിരോധ മാർഗ്ഗങ്ങളെയും ഈ ഒരു ബിഹേവിയറിനെയൊക്കെ നോക്കിക്കാണുന്നത്? അത് ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിനെ പോസിറ്റീവായിട്ട് കാണാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ രാഷ്ട്രീയമെന്ന് ഓരോ കാലഘട്ടത്തിലും നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു പരികല്പനാപരമായിട്ടുള്ള സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അതിനെ അരാഷ്ട്രീയവാദം എന്നാണ് പലരും അരാഷ്ട്രീയവാദം എന്ന് പറയാൻ പറ്റില്ല. അരാഷ്ട്രീയവാദം എന്ന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയത്തിന് രൂപഭേദം വരുന്നതാണ്.
ഇപ്പോൾ 40കളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കാർഷിക മുദ്രാവാക്യങ്ങളായിരുന്നു. കൃഷിഭൂമി കർഷകന് വേണം എന്നുള്ളത്, പട്ടം നിർത്തലാക്കണമെന്നുള്ളത്, ചൂഷണം നിർത്തലാക്കണമെന്നുള്ളത് ഒക്കെയായിരുന്നു 40കളിലെ മുദ്രാവാക്യം. അത് അതുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമായത്. കാരണം അത്തരത്തിലുള്ള ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ചതുകൊണ്ടും അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രൂപം സൃഷ്ടിച്ചതുകൊണ്ടുമൊക്കെയാണ്. അതാണ് രാഷ്ട്രീയമായിട്ട് നമ്മളന്ന് കണ്ടിരുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയവാദിയാണോ അരാഷ്ട്രീയവാദിയാണോ എന്ന് തീരുമാനിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ടാണ്. 50കൾ വരെ അത്തരത്തിലൊരു രാഷ്ട്രീയത്തിന് വളരെ ശക്തമായൊരു പ്രസക്തി ഉണ്ടായിരുന്നു. പക്ഷേ 57 ഗവൺമെൻറ് വന്നു, അതിനുശേഷം വിമോചന സമരം വന്നു, വലതുപക്ഷ രാഷ്ട്രീയം കൂടുതൽ ശക്തിപ്പെട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമെന്ന് പറയുന്നതിൻ്റെ സ്വഭാവം വീണ്ടും മാറി. കാരണം എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശബോധം എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യത്യസ്തമായ ചിന്തകളുണ്ടായി. അതിനുശേഷമാണ് ഹിന്ദുത്വ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നത് 80കളോട് കൂടിയാണ്. തുടർന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മുന തന്നെ ഹിന്ദുത്വം എതിർക്കുന്നതിലേക്ക് മാറി. 80കൾ തൊട്ട് വളരെ ശക്തമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കേണ്ട ഒരു ആവശ്യം വരും നമ്മുടെ രാഷ്ട്രീയം. ഞാൻ പറയുന്നത് ഇതിനാപേക്ഷികമായിട്ടൊരു സ്വഭാവം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിനുണ്ട്. അപ്പോൾ 60കളിലാണ് ലോകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പ്രവണതകൾ ഉണ്ടായത്. ഈ പരിസ്ഥിതി പ്രസ്ഥാനവും മനുഷ്യാവകാശ പ്രസ്ഥാനവും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ദളിത് പ്രസ്ഥാനവും ജാതിവിരുദ്ധ പ്രസ്ഥാനവും ഒക്കെ ശക്തി പ്രാപിക്കുന്ന ഒരു നൂറ്റാണ്ടാണ് 20ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റ് പല ഇപ്പോൾ LGBTQ ആയിട്ടുള്ള ആൾക്കാർ രംഗത്ത് വരുന്നത്, മറ്റു തരത്തിലുള്ള ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വരുന്നത്, അതുപോലെ തന്നെ പാട്രിയാർക്കിക്കെതിരെയുള്ള വിമൻസ് മൂവ്മെൻറ്റ് വരുന്നത്, മറ്റു തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എങ്ങനെയാണോ 40കളിലെ തലമുറ വളരെ കൃത്യമായ രീതിയിൽ സ്ട്രിക്റ്റായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നത് എന്നതുപോലെ പുതിയ തലമുറ മറ്റൊരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നും അവർ റദ്ദ് ചെയ്യുന്നില്ല. മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് ആണല്ലോ മനുഷ്യനുള്ളത്, പല സബ്ജക്റ്റിവിറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട ചില ഗേ ആക്ടിവിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഒരു വിമോചനാത്മകമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും ഇവർ എന്നുള്ളതായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ത് കൺസർവേറ്റീവ് നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും ഇവരതിനെ അനുകൂലിക്കുന്നു. എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു. പിന്നെയാണ് എനിക്ക് ആ ബോധ്യം വന്നത്. അവരുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം അവർക്ക് പ്രധാനമായി തോന്നുന്നെങ്കിലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ആ വ്യക്തികൾക്ക്, ഞാൻ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലല്ല, എല്ലാവരും എന്നുള്ള രീതിയിലല്ല, ആ വ്യക്തിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൊളീഗിന് ആ ബോധ്യം വന്നിട്ടില്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണിത്. അത്തരത്തിലുള്ള, കാരണം യാഥാസ്ഥിതികമായിട്ടുള്ള നിലപാട് യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ നമ്മൾ എതിർക്കുന്നു, ഇവരതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇവർക്ക് ഈ സ്വാതന്ത്ര്യം ഇവർക്ക് പ്രധാനമാണ്. അപ്പോൾ ആൾക്കാർ ഇതിനെ ട്രംപിനെ വരെ പിന്തുണയ്ക്കുന്ന ഗേ ആക്ടിവിസ്റ്റ് ഉണ്ട് അമേരിക്കയിൽ. അത്ഭുതമാണ് നമുക്കത്. അതിന് തീവ്ര വലതുപക്ഷ നിലപാടുള്ളവർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിലുള്ളവരുണ്ട്. കേരളത്തിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വിമൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ ഈ ട്രംപിനെ പിന്തുണയ്ക്കുന്ന എന്നാൽ പാട്രിയാർക്കിയോട് ഭയങ്കര എതിർപ്പുള്ള ആൾക്കാരുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും അത്തരത്തിലുള്ളൊരു കറകളഞ്ഞ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒന്ന് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. പൊതുവിലുള്ള ട്രെൻഡിൻ്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നു, വിമോചനാത്മകമായ രാഷ്ട്രീയത്തിൻ്റെ വശത്ത് ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളത് എണ്ണി പരിഗണിക്കാൻ പറ്റാത്ത തരത്തിൽ സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ യുവാക്കൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അവരിൽ നമ്മൾ പഴയ ഒരു പ്രതിബദ്ധത പ്രതീക്ഷിക്കരുത്. അങ്ങനത്തെ ഒരു ഇപ്പം തന്നെ ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫാസിസ്റ്റ് വിരുദ്ധരാണ്? അല്ല, ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് വന്നു, അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, അപ്പോൾ എതിർക്കണമെന്ന് തോന്നി, അവർ എതിർക്കുന്നുള്ളതേ ഉള്ളൂ. പലരും പറയുന്നുള്ളൂ, പലരും BJPക്ക് വോട്ട് ചെയ്തിരുന്നവരാണ് ഈ യുവാക്കളിൽ തന്നെ. എൻ്റെ തന്നെ ഒരു അനുഭവം, ഞാൻ ഈ അഡ്മിഷൻ്റെ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു കുറച്ച് കാലം, വളരെ കുറച്ച് കാലം. അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂവിന് നമുക്ക് ഇഷ്ടംപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. 2 ഘട്ടങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു. ഒരിക്കൽ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം ഈ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തിരുന്നത്. ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു ആ പ്രാവശ്യം. അത് കഴിഞ്ഞിട്ടുള്ള വർഷം ഈ പുതിയ കുട്ടികൾ വന്നിട്ട് അവരെല്ലാം BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരുന്നത്. ആ വർഷം BJP അധികാരത്തിൽ വന്നു, ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചിട്ട്. ഇത് ഞാൻ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇങ്ങനൊരു കോറിലേഷൻ, കുറച്ച് എന്താ പറയുക,
ആത്മനിഷ്ഠമായിട്ടുള്ളൊരു കോറിലേഷനാണ്. ഇതൊരു ഒബ്ജക്റ്റീവ് അനാലിസിസ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ കോറിലേഷൻ എൻ്റെ മനസ്സിലുണ്ടായി. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയൊക്കെയാണല്ലോ കുട്ടികൾ പറഞ്ഞത്, ഈ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയാണല്ലോ കുട്ടികൾ പറയുന്നത്. ഈ മാറ്റം ഇത് മാറിക്കൊണ്ടിരിക്കും. ഇവരെല്ലാം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് BJP മാറിയതല്ല, പിന്നെ ഇവർ തന്നെ വീണ്ടും മാറി. അവർ വീണ്ടും മാറും. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി പരാജയപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നൊരു വലിയ പ്രക്ഷോഭം നടത്തിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ യുവാക്കളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയത്തിൻ്റെ മാതൃകയിൽ കാണുകയോ വിശകലനം ചെയ്യുകയോ ചെയ്യരുത്. അത് ഓരോ കാലഘട്ടത്തിലുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം തന്നെ കേരളത്തിലുണ്ടായ സമയത്ത് അതുവരെയുള്ള പരമ്പരാഗത രാഷ്ട്രീയത്തിൻ്റെ ശൈലി വെച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വല്ലതും മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ 4-5 പേരോ 10 കൊല്ലം 15 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? 40കളിൽ ചെയ്യില്ല. കൃഷ്ണപിള്ളയും EMS-ഉം കെ ദാമോദരനും അടക്കമുള്ള 4-5 പേര് ഉണ്ടാക്കിയ ഒരു ചെറിയ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് 15 വർഷത്തിനുള്ളിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കാൻ സാധിക്കുമായിരുന്നു? ഇല്ല. അപ്പോൾ ഈ പരമ്പരാഗതമല്ലാത്ത രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ശക്തമായി ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. അതൊരു വലിയൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് യുവാക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. അതേസമയം തന്നെ നമ്മുടെ രാഷ്ട്രീയവും അവരുടെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യസ്തതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കുക. അങ്ങനെ വിമോചനാത്മകമായ ഒരു അന്തരീക്ഷം, സ്വാതന്ത്ര്യത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിർത്താൻ കഴിയുന്നത്ര തരത്തിലുള്ള വിശാലമായ മുന്നണികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒരു കുനിഷ്ഠ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അതായത് അങ്ങ് പലപ്പോഴും ഈ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വിശകലനങ്ങളൊക്കെ പലപ്പോഴും കഴിഞ്ഞൊരു ഏതാനും പതിറ്റാണ്ടുകളായിട്ട് അങ്ങ് സജീവമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ. പലപ്പോഴും ഇത്തരം വിശകലനങ്ങളും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതും എന്നാൽ വലിയ സംതൃപ്തി തന്നതുമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാം? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഞാൻ വിമർശനം എന്ന് വിചാരിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇടതുപക്ഷത്തിനെ വിമർശിച്ചാൽ അവർ തിരുത്തി വിമർശിക്കുന്ന ഞാനൊരു വിമർശനമായിട്ട് കണക്കാക്കുന്നില്ല. അവരുടെ അഭിപ്രായം അവർ പറയുന്നുള്ളതാണ്. ചിലപ്പോൾ ശക്തമായി പറഞ്ഞെന്നിരിക്കാം, രൂക്ഷമായിട്ട് പറഞ്ഞെന്നിരിക്കാം. അതിനെ ഞാൻ വിമർശനമായിട്ട് കാണുന്നില്ല. അവരുടെ അഭിപ്രായം അവർ പറയുന്നു, നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നുള്ള രീതിയിൽ മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെനിക്ക് പ്രത്യേകിച്ച് ഒരു എതിരഭിപ്രായം ഇല്ല. അത് അവരുടെ രാഷ്ട്രീയമാണ്, അവരത് പറയണം എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ളത് ഉണ്ടായത് കേരളത്തിൽ ഈ പുതിയ നവസവർണത കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു തീസ് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ചട്ടമ്പി സ്വാമികളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെ ശൂദ്ര രാഷ്ട്രീയത്തിന് കൊടുത്ത പ്രാധാന്യം, അദ്ദേഹം ആ ശൂദ്ര രാഷ്ട്രീയത്തിന് കൊടുത്ത പ്രാധാന്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ NSS പോലെ ഒരു സംഘടന ഉണ്ടാവുന്നത്, അങ്ങനെ കേരളത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ഐഡിയോളജിയെ ഈ ശൂദ്ര വിഭാഗങ്ങൾ സ്വാംശീകരിക്കുന്നത്, അങ്ങനെ അവർ സ്വാംശീകരിച്ച് അവരതിൻ്റെ വക്താക്കളായി മാറുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണസത്തിനെതിരെയാണ് ചട്ടമ്പി സ്വാമികൾ സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ പരിമിതി എന്തായിരുന്നു വെച്ചാൽ, ഈ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമ്പൂതിരിമാരുമായിട്ടുണ്ടായിരുന്ന ഒരു അടിമത്ത ബന്ധം ഇല്ലാതാവണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കടക്കുന്നില്ല. ദളിത് മേഖലയിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയോ പൊയ്കയിൽ അപ്പച്ചനോ ഒക്കെ ചെയ്ത പോലെയുള്ളൊരു വിശാലമായ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം നായന്മാരും നമ്പൂതിരിമാരും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ബ്രാഹ്മണ വിമർശനം അദ്ദേഹം നടത്തി, അത് വളരെ പോസിറ്റീവാണ്. പക്ഷേ ആ ബ്രാഹ്മണ്യ വിമർശനത്തിൽ നിന്ന് ഉയർന്നു വന്ന ശൂദ്ര സംഘടനാ ശക്തി യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഐഡിയോളജിയെ ഏറ്റെടുക്കുകയും ബ്രാഹ്മണരുടെ വക്താക്കളായി മാറുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യും. ഇന്നിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിലും മറ്റു തരത്തിലുള്ള മേഖലകളിലാണെങ്കിലും ഈ തന്ത്രിയുടെ പ്രശ്നമാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ നോക്കുക. ഈ സംവരണത്തിൻ്റെ പ്രശ്നം വന്നു. അവിടെയൊക്കെ കേരളത്തിലിപ്പോൾ സവർണ മേധാവിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ശൂദ്ര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ശൂദ്ര രാഷ്ട്രീയത്തെയാണ് ഞാൻ ആദ്യം മുതലേ തന്നെ ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ ആണിക്കല്ലായിട്ട് മാറിയത് ഈ ശൂദ്ര രാഷ്ട്രീയമാണ്. ആ ശൂദ്ര രാഷ്ട്രീയത്തെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ചെറിയ നായർ വംശഹത്യാവാദമാണെന്നൊക്കെ പറയുന്നത് ഒരു നമുക്ക് തമാശയായിട്ട് പറയാമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടുവരികയും അതിൻ്റെ വിമർശനവും വരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ അത് എത്രമാത്രം ശക്തമാണ് ഈ ശൂദ്ര രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ പറയാൻ ശ്രമിച്ചോ അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതായിരുന്നു ഈ വിമർശനം. ഇപ്പോൾ നമ്മൾ പരിസ്ഥിതി നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഇപ്പോൾ നായനാറുടെ കാലത്ത് നമ്മൾ പരിസ്ഥിതി നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ നിലപാടുകളെ എതിർക്കുന്ന ഒരാളായിരുന്നു. പെരിങ്ങോം ആണവ നിലയത്തിൻ്റെ കാര്യം ഉദാഹരണത്തിന്, അതൊക്കെ അഭിപ്രായങ്ങളാണ്, അത് എതിർപ്പുണ്ടാവാം.
നമ്മളും തിരിച്ച് വിമർശിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇങ്ങനത്തെ ഒരു വിമർശനമല്ല. അത് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ തമ്മിലുള്ള സംഘടനയാണ്. ഇതങ്ങനെയല്ല. ഇത് കേരളത്തിൻ്റെ ഹെജിമണി, കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഹെജിമണിയുള്ള ഈ വിഭാഗം, ആ വിഭാഗത്തിനെതിരെ വന്ന ഒരു വിമർശനത്തെ കാണുന്ന രീതിയും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയുമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അത് പലതരത്തിൽ അവർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു എന്താ പറയുക, ഗുണപരമായിട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവരെ അലോസരപ്പെടുത്താൻ അതിന് സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. ബാക്കി വിമർശനങ്ങൾ, ഇപ്പോൾ നമ്മൾ ലിബറൽ പാർട്ടികളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആ ലിബറൽ പാർട്ടികൾക്ക് പ്രശ്നമുണ്ട്, പലപ്പോഴും അവർ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ളതാണ്. അവരെ നിരാകരിക്കുന്നതല്ല അതൊന്നും, അവരിവിടെ വേണം എന്നുള്ളതാണ്. പക്ഷേ ഈ ശൂദ്രരാഷ്ട്രീയം ഇവിടെ ആവശ്യമില്ല. ഈ ശൂദ്രരാഷ്ട്രീയം ഇവിടെ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്, അതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൻ്റെ പേരിലുണ്ടായ വിമർശനമാണ് ഞാൻ ആ അർത്ഥത്തിൽ എനിക്കെതിരെ ഉണ്ടായിരുന്നൊരു ആക്രമണം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത്. ബാക്കിയൊന്നും ഇടതുപക്ഷ പ്രവർത്തകർ എത്ര രൂക്ഷമായിട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എത്ര രൂക്ഷമായിട്ട് പറഞ്ഞാലും എനിക്കതിനകത്തൊരു പ്രശ്നമില്ല. കാരണം അതൊരു ജനാധിപത്യ സംവാദത്തിൽ അവർ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നവരാണ്, അവർക്ക് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അവർ ജനങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യുന്നവരാണ്, എന്നേക്കാൾ കൂടുതൽ ജനങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്, ആധികാരികതയുണ്ട്. ഇതത്തരത്തിലുള്ള യാതൊരു ആധികാരികതയും ഇല്ലാത്ത, ഈ ജാതി വ്യവസ്ഥ നിലനിർത്തണമെന്നുള്ള ഏറ്റവും മൂരാച്ചി പിന്തിരിപ്പൻ പ്രതിലോമ രാഷ്ട്രീയം മാത്രം വെച്ച് പുലർത്തുന്ന ഈ വിഭാഗത്തിൻ്റെ വിമർശനമാണ് യഥാർത്ഥത്തിൽ വിമർശനം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത്. ബാക്കിയൊക്കെ സംവാദങ്ങളാണ്. അവരെത്ര രൂക്ഷമായി പറഞ്ഞാലും ഞാനതിനെ സംവാദമായിട്ടേ കാണുകയുള്ളൂ. പക്ഷേ ഇത് സംവാദമല്ല, ഇത് നായർ വംശഹത്യാവാദമാണെന്നൊക്കെ പറയുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാനാവാത്ത തരത്തിലുള്ള സവർണ ഹുങ്കാണ്. അത് നമ്മുടെ കേരളത്തിൽ അതുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ വീണ്ടും പഠിക്കുന്ന പാഠം. നന്ദി ശ്രീ ടി സുകുമാർ, അങ്ങയുടെ ചിന്തകൾ അപ്ഡേറ്റൊപ്പം പങ്കുവച്ചതിന്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.